പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് അവിയൽ അല്ലേ? ഇത് മുട്ട വെച്ചിട്ടാണെങ്കിൽ പറയുകയും വേണ്ട. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട അവിയലാണ്. ഈ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത്ര തന്നെ മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ സാധാരണ അവിയലിന് അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൺചട്ടിയാട്ടോ ഈ ഒരു അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലാട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇതിൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വെന്ത് കഴിയുമ്പം ഈ ഒരു പച്ചക്കറിക്കകത്തും തന്നെ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അരക്കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കിട്ടണം. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം വെന്ത് കിട്ടിയോന്നേ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒന്ന് ആവി വന്ന് കഴിയുമ്പം മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തൈരൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നുകിൽ തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ തക്കാളിക്ക് പകരം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് തൈര് ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട പുഴുങ്ങി നെടുകി ഒന്ന് കീറിയെടുത്തതാണ്. കൂടുതലായിട്ട് മുട്ട വേണമെങ്കിൽ അതനുസരിച്ച് പുഴുങ്ങി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഓവറായിട്ട് അങ്ങ് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മുട്ടയൊക്കെ ഇതിലേക്ക് പൊടിഞ്ഞു പോകും. അങ്ങനെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ സൂപ്പർ ആട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ റെസിപ്പി ആട്ടോ ഇത്. ആരും ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്